പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. നമ്മൾക്കിന്ന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം, അച്ഛൻ്റെ അമ്മാവൻ പറഞ്ഞു. എന്ത് പലഹാരമാ വേണ്ടത്? അമ്മ അന്വേഷിച്ചു. അടയായാലോ? അച്ഛൻ. അട വേണ്ട, കൊഴുക്കട്ട മതി. അച്ഛൻ്റെ അമ്മാവൻ തൻ്റെ നിർദ്ദേശം സമർപ്പിച്ചു. അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. കൊച്ചു നീലാണ്ടന് കൊഴുക്കട്ട അത്ര ഇഷ്ടമല്ല. ഉണ്ടാക്കട്ടെ, കൊഴുക്കട്ട ഉണ്ടാക്കട്ടെ, എന്നിട്ട് എല്ലാവരും കൂടി മൂക്കറ്റ അടിച്ചു മാറട്ടെ. ഞാനൊരു കഷ്ണം പോലും തൊട്ടു നോക്കില്ല, കൊച്ചു നീലാണ്ടൻ മനസ്സിൽ പറഞ്ഞു. അമ്മ അടുക്കളയിലേക്ക് പോയി. ഉണക്കലരി എടുത്ത് വെള്ളത്തിലിട്ടു. കാര്യം ഉറപ്പായി, കൊഴുക്കട്ട തന്നെ പലഹാരം. കൊച്ചു നീലാണ്ടൻ മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് പോയി. കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. തിരിച്ച് വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ അടുക്കളത്തളത്തിൽ നിന്നും അരി ഇടിക്കുന്ന ശബ്ദം കേട്ടു. കൊഴുക്കട്ട, നാശം പിടിച്ച കൊഴുക്കട്ട. അവൻ ആലോചന തുടങ്ങി. എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. കൊഴുക്കട്ട തീറ്റ ഒന്ന് മുടക്കണം. കൊച്ചു നീലാണ്ടൻ നേരെ പുരയിടത്തിൻ്റെ കിഴക്കേ മൂലയിലേക്ക് നടന്നു. അവിടെ 4-5 കാന്താരിമുളകിൻ്റെ ചെടികളുണ്ട്. നല്ല മുഴുത്ത കാന്താരിമുളക് മേന്തി അവ കാറ്റത്ത് തലയാട്ടി നിൽക്കുകയാണ്. മൂത്ത മുളക് നോക്കി അവനൊരു 10 എണ്ണം പറിച്ചെടുത്തു, പോക്കറ്റിലിട്ടു. അടുക്കളയിലേക്ക് ചെന്നു. അമ്മ പുറത്തളത്തിൽ ജോലിയെടുക്കുകയാണ്. അവനെ ആരും ശ്രദ്ധിച്ചില്ല. അടുപ്പിൽ വെള്ളം തിളച്ചു മറിയുകയാണ്. അരിപ്പൊടി ശരിയായി കഴിഞ്ഞാൽ തിളച്ച വെള്ളം പൊടിയിലൊഴിച്ച് നന്നായി കുഴയ്ക്കും. എന്നിട്ട് നാളികേരപ്പാൽ ചേർത്ത് ഒന്നുകൂടി കുഴയ്ക്കും. കൊച്ചു നീലാണ്ടൻ ഒരു ചില്ലു ഗ്ലാസ് എടുത്തു. അടുക്കളയിലെ അലമാരിയിൽ നിന്നും കറിക്കത്തിയും. ഗ്ലാസ്സിൽ പകുതിയോളം വെള്ളമൊഴിച്ചു. കത്തിയെടുത്ത് മുളക് മുഴുവനും നെടുകെ മുറിച്ച് ഗ്ലാസ്സിലേക്കിട്ടു. കൈവിരലുകൾ കൊണ്ട് മുളകിൻ്റെ സത്ത് മുഴുവനും വെള്ളത്തിൽ ലയിപ്പിച്ചു. മുളകിൻ്റെ കുരു എല്ലാം ശ്രദ്ധാപൂർവം പുറത്തേക്കെടുത്ത് കളഞ്ഞു. തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ഗ്ലാസ്സിലെ മുളകിൻ സത്ത് അങ്ങനെ തന്നെ ഒഴിച്ചു. ഒന്നും നടന്നില്ലെന്ന ഭാവത്തിൽ അവൻ പുറത്തേക്ക് കടന്നു. കൈ നീറുന്നു, സാരമില്ല. അരിപ്പൊടി ശരിയായി. അച്ഛൻ്റെ അമ്മാവൻ അടുക്കളത്തലത്തിലേക്ക് വന്നു സഹായിക്കാൻ. അദ്ദേഹം ഒരു നുള്ളു പൊടിയെടുത്ത് പരിശോധിച്ചു. ചക്ക വരട്ടിയത് എടുത്തുകൊണ്ട് വന്നോ? അദ്ദേഹം അന്വേഷിച്ചു. കൊച്ചു നീലാണ്ടൻ ചെവിയോർത്തു നിന്നു. കൊഴുക്കട്ട ഉണ്ടാക്കാൻ ചക്ക വരട്ടിയത് എന്തിനാണ്? തന്നെ പറ്റിക്കാൻ പറഞ്ഞതാകും. അതാ ആ ഭരണിയിലിരിക്കുന്നുണ്ട് ചക്ക വരട്ടിയത്, അമ്മ പറഞ്ഞു. കുമ്പിളപ്പം അസലാവണം. ശർക്കരപ്പാവ് കാച്ചിക്കഴിഞ്ഞോ? വീണ്ടും കാരണവരുടെ അന്വേഷണം. എല്ലാം ശരിയായി, ഇനി മാവ് കുഴയ്ക്കണം, അത്രേ വേണ്ടൂ. അവന് കാര്യം മനസ്സിലായി. പലഹാരം കൊഴുക്കട്ടയല്ല, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുമ്പിളപ്പമാണ്. അവനെ തൽക്കാലം ഒന്ന് പറ്റിക്കാൻ കൊഴുക്കട്ട കഥ അവതരിപ്പിച്ചതാണ്. ഈശ്വരാ, ഇനി എന്തു ചെയ്യും? കാന്താരിമുളക് കലക്കിയ വെള്ളമാണ് തിളച്ചു മറിയുന്നത്. മാവ് കുഴയ്ക്കാൻ ഇപ്പോൾ ആ വെള്ളമെടുക്കും. കയ്യിനെന്തൊരു നീറ്റമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. വായിച്ചത് പ്രീതി.